ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാർമക്കോണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എൻസൈം ഇമ്മൊബിലൈസേഷനാണ്. അപ്പോൾ എൻസൈം ഇമ്മൊബിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ആദ്യം എൻസൈം എന്താണെന്ന് അറിയണം. എൻസൈം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോട്ടീനാണ്. എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദേ ഫങ്ഷൻ ആസ് എ ഹൈലി സെലക്റ്റീവ് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്. ഇവ ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള ബയോകെമിക്കൽ കാറ്റലിസ്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇൻ കൺവേർട്ടിങ് വൺ മോളിക്യൂൾ ടു അതർ. ഒരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റ്, ബയോകെമിക്കൽ കാറ്റലിസ്റ്റായിട്ട് ഇവ ആക്ട് ചെയ്യുന്നു. എൻസൈം ആരാണ്? എൻസൈം ഒരു നാച്ചുറൽ പ്രോട്ടീനാണ്. എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ഫ്രം ഓൾ ദ ലിവിങ് ഓർഗാനിസം ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി, കേട്ടോ, ഇൻ ടൈനി ക്വാണ്ടിറ്റി. ഇനി ഇവയുടെ ജനറൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇവ കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നു. അവ വർക്ക് ഇൻ ഐദർ ഡയറക്ഷൻ. അത് റിയാക്ഷൻ റോ മെറ്റീരിയലിനെ പ്രോഡക്റ്റ് ആക്കാനും തിരിച്ച് പ്രോഡക്റ്റിനെ റോ മെറ്റീരിയൽ ആക്കാനും ഇവ ഹെൽപ്പ് ചെയ്യുന്നു. ഓൺലി ചേഞ്ചസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ റേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ, അവയുടെ ഇക്വിലിബ്രിയത്തെ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ ഓൺലി സ്മോൾ ക്വാണ്ടിറ്റി ഈസ് റിക്വയർഡ്. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ നമ്മുടെ ബോഡിയിലൊക്കെ ഫോം ചെയ്യത്തുള്ളൂ. അതുപോലെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി ഇവ ആക്ട് ചെയ്യാനും. ഓക്കെ, പിന്നെ ദേ ആർ സൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് വർക്ക് ഇൻ അക്വ സൊല്യൂഷൻ. വാട്ടറിൽ സൊല്യൂബിളാണ്, അതുകൊണ്ട് തന്നെ അക്വ സൊല്യൂഷനിൽ വർക്കൗട്ട് ആവുന്നു. പിന്നെ they need specific substrate for the action. Okay, പിന്നെ ആക്ടിവിറ്റി ഈസ് എഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ, pH, സോൾവെൻറ്റ് എക്സെട്ര. ഇവയുടെ ആക്ടിവിറ്റി, എൻസൈംസിൻ്റെ ആക്ടിവിറ്റി എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്തിനെയൊക്കെ ബേസ് ചെയ്താണുള്ളത്? ടെമ്പറേച്ചറും pHനെയും സോൾവെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഇവയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടും. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയാണ് ഒരു പോർഷനിൽ പറയാനുള്ളത്. പിന്നെ എൻസൈമിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്, കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കുക. എൻസൈംസ് ഫാർമസ്യൂട്ടിക്കൽസിലും ബേക്കിംഗ് ഇൻഡസ്ട്രിയിലും ഡയറി ഇൻഡസ്ട്രിയിലും ബെവറേജ് ഇൻഡസ്ട്രിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഫാർമസ്യൂട്ടിക്കൽസിൽ നോക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് പെനിസിലിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ആൻറ്റിബയോട്ടിക് സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ പെനിസിലിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈം എവിടെ നിന്നാണ് കിട്ടുന്നത്? പെനിസിലിയം ബാക്ടീരിയയിൽ നിന്നാണ്. മൈക്രോബിയൽ സോഴ്സ് പെനിസിലിയം ആണ്. ഓക്കെ, പെനിസിലിയം സ്പീഷീസിൽ നിന്നാണ് പെനിസിലിയം ഓക്സിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻറ്റിബയോട്ടിക് സിന്തസിസ്. അതുപോലെ തന്നെ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അമൈലേസ് ബാസിലസ് സ്പീഷീസിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് ദേ ഇൻക്രീസ് ബ്രെഡ് ഷെൽഫ് ലൈഫ്. ബ്രെഡിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അമൈലേസ് ആഡ് ചെയ്യാറുണ്ട്. ഇനി ഡയറി ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ ലാക്ടേസ് ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അവ ലാക്ടോബാസിലസ് സ്പീഷീസിൽ നിന്ന് വരുന്നവയാണ്. പിന്നെ ദേ ആർ യൂസ്ഡ് ഫോർ ദ സ്വീറ്റ്നെസ് ടു മിൽക്ക്. ഓക്കെ, ബിവറേജ് ഇൻഡസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ അതും നേരത്തെ പറഞ്ഞ അമൈലേസ്, ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്ത അമൈലേസ് തന്നെയാണ് പറയുന്നത്. അവിടെ ബിവറേജ് ഇൻഡസ്ട്രിയിൽ ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റാർച്ച് ഹൈഡ്രോളിസിസിനാണ്. ചിലപ്പോൾ ആപ്ലിക്കേഷൻ പലതായിരിക്കാം, പക്ഷേ സെയിം എൻസൈംസ് തന്നെ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻസൈംസിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ വൈഡാണ്. അപ്പോൾ അതിൽ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, കേട്ടോ. എൻസൈമിനെ പറ്റി എന്തെങ്കിലും എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിളൊക്കെ വെച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇമ്മൊബിലൈസേഷൻ. ശരിക്കും എന്തിനാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമിനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഈ ഇൻഡസ്ട്രികളിലെല്ലാം നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? എൻസൈമിനെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇവിടെ എൻസൈമിനെ യൂസ് ചെയ്യുമ്പോൾ ആ എൻസൈം ഡീആക്ടിവേറ്റ് ആയി പോകാനോ, അല്ലെങ്കിൽ അവ ഒരു പ്രോട്ടീൻ അല്ലേ, നാച്ചുറൽ പ്രോട്ടീൻ അല്ലേ, അതുകൊണ്ട് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻസൈമിനെ ഇമ്മൊബിലൈസേഷൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്മൊബിലൈസേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് കൺഫൈനിങ് ഓർ ആങ്കറിങ് ദ എൻസൈം ഇൻ ഓർ ഓൺ ആൻ ഇനേർട്ട് സപ്പോർട്ട്
for their stability and functional reuse. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. എന്ത് ചെയ്യുക, എൻസൈമിനെ ഒരു ഇനേർട്ടായിട്ടുള്ള സപ്പോർട്ടിൽ, ഓക്കെ, എൻസൈമിനെ ഒരു ഇനേർട്ടായിട്ടുള്ള സപ്പോർട്ടിലോട്ട് ആങ്കർ ചെയ്ത് വെക്കുവാണ്. ഓക്കെ, ആങ്കർ ചെയ്ത് വെക്കുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദെയർ സ്റ്റെബിലിറ്റി ആൻഡ് ഫങ്ഷണൽ റീയൂസ്. എൻസൈമിൻ്റെ സ്റ്റെബിലിറ്റിക്കും ഫങ്ഷണൽ റീയൂസിന് വേണ്ടിയിട്ടും അവയെ ഒരു ഇനേർട്ട് സപ്പോർട്ടിൽ ആങ്കർ ചെയ്ത് വെക്കുവാണ്. ഈ ഇനേർട്ട് സപ്പോർട്ടിനെ നമ്മൾ കാരിയർ എന്ന് പറയും, അല്ലെങ്കിൽ സോളിഡ് മെട്രിക്സ് എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞ ആ സപ്പോർട്ട് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇനേർട്ട് ആയിട്ടുള്ള സപ്പോർട്ട് മെറ്റീരിയൽ നമ്മളിവിടെ പറഞ്ഞ കാരിയർ, അവയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അവ ഇനോർഗാനിക്കും ആകാം, ഓർഗാനിക്കും ആകാം. ഇനോർഗാനിക് ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് അലുമിന, സിലിക്ക ജെൽ, കാൽഷ്യം ഫോസ്ഫേറ്റ് ജെൽ, ഗ്ലാസ്, മെറ്റൽ ഓക്സൈഡ്, സിർക്കോണിയ, സെറാമിക്സ്, ചാർക്കോൾ, അവയൊക്കെ. ഓർഗാനിക്കിൽ വരുന്ന എക്സാമ്പിളാണ് നാച്ചുറലും സിന്തറ്റിക്സും. നാച്ചുറലിൽ വരുന്നവയാണ് ആൽജിനേറ്റും, കൊളാജൻ, ജലാറ്റിൻ, സെല്ലുലോസ്, സ്റ്റാർച്ച്, പെക്റ്റിൻ, ആൽബുമിൻ, അതൊക്കെ. സിന്തറ്റിക്സിൽ വരുന്നവയാണ് പോളിസ്റ്റൈറിനും പിന്നെ PVC-യും പോളി അക്രിലേറ്റും പോളിയമൈഡ്, ഓക്കെ, പോളിത്തിലിൻ ഗ്ലൈക്കോൾ, ഇങ്ങനെ കുറച്ച് 2-3 ഒക്കെ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇവയൊക്കെയാണ് എന്താ സപ്പോർട്ട് മെറ്റീരിയൽസ് ഫോർ ഇമ്മൊബിലൈസേഷൻ. ഈ ഒരു ടേബിളിൽ അവയുടെ പ്രോപ്പർട്ടീസും ഏത് എൻസൈമിനെയാണ് ഇമ്മൊബിലൈസ് ചെയ്യുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനോർഗാനിക് മെറ്റീരിയൽ ഇപ്പോൾ പറഞ്ഞില്ലേ, അലുമിനിയം, സിലിക്ക ജെൽ, കാൽഷ്യം ഫോസ്ഫേറ്റ്, അവയുടെയൊക്കെ പ്രോപ്പർട്ടീസും അതുപോലെ അവ ഏത് എൻസൈമിനെയാണ് ഇമ്മൊബിലൈസ് ചെയ്യുന്നതെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് മെറ്റീരിയൽസ് ഇപ്പോൾ സിന്തറ്റിക് ഓർഗാനിക് കാരിയറില ആണെങ്കിലും ഇതേപോലെ സിന്തറ്റിക് പോളിമേഴ്സ് ആയിട്ടുള്ള PVC, പോളിവിനൈൽ ക്ലോറൈഡും അതുപോലെ അവയുടെ പ്രോപ്പർട്ടീസും ഏത് എൻസൈമിനെയാണ്, സൈക്ലോഡെക്സ്ട്രിൻ അതുപോലെ ഗ്ലൂക്കോസൈൽ ട്രാൻസ്ഫറേസ് പോലുള്ള എൻസൈമുകളെയാണ് ഇവിടെ ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടേബിളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു 2 എണ്ണം വെച്ചെങ്കിലും 2-3 എണ്ണം വെച്ചെങ്കിലും പഠിച്ചു വെക്കുക. ഇനി എൻസൈം ഇമ്മൊബിലൈസേഷൻ്റെ മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. നമുക്ക് 5 മെത്തേഡ്സാണ് ഉള്ളത് കേട്ടോ, കോമൺലി എംപ്ലോയ് ചെയ്യുന്ന 5 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പിക്ചറിൽ നോക്കാം. ഓക്കെ, അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇനേർട്ട് അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയലിൽ നമ്മുടെ എൻസൈംസ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുക, അഡ്സോർബ് ചെയ്തിരിക്കുക. അബ്സോർബ് അല്ല, അഡ്സോർബ്. അപ്പോൾ അറിയാമല്ലോ, പുറത്ത് മാത്രം അതിൻ്റെ ആ സർഫസിൽ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. ഇവിടെ ഉള്ളത് ഒരു വീക്കായിട്ടുള്ള ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ബോണ്ടുകളായിരിക്കും ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വീക്കായിട്ടുള്ള പ്രോസസ്സാണ് അല്ലെങ്കിൽ ടെക്നിക്കാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, അഡ്സോർപ്ഷൻ. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? എൻട്രാപ്മെൻറ്റ്. എൻട്രാപ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ ജെല്ല് പോലത്തെ മെറ്റീരിയലിൽ നമ്മുടെ എൻസൈമിനെ എൻട്രാപ്പ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ഇവിടെ. അങ്ങനെ എൻസൈമിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ എൻക്യാപ്സുലേഷൻ. മൈക്രോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ ക്യാപ്സ്യൂള് പോലെ, ഓക്കെ, ഒരു എൻസൈമിൻ്റെ ഓരോ മോളിക്യൂൾസിനെയും ഒരു ക്യാപ്സ്യൂള് പോലെ ആക്കി സൂക്ഷിക്കുക. ഒരു ലെയർ, ഔട്ടർ ലെയർ വെച്ച് കവർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്, മൈക്രോ എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് ഈ ഒരു കേസിൽ. പിന്നെ പറയുന്നത് കോവാലൻ്റ് ബൈൻഡിങ്. കോവാലൻ്റ് ബൈൻഡിങ് എന്ന് പറയുമ്പോൾ കോവാലൻ്റ് ബോണ്ട് കൊണ്ട് അവിടെ എന്താ ചെയ്യുക, ബൈൻഡ് ചെയ്യുവാണ് എൻസൈമിനെ ആ ഒരു സോളിഡ് സപ്പോർട്ടുമായിട്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രോസ് ബൈൻഡിങ്. ഇവിടെ ശരിക്കും ഒരു സോളിഡ് സപ്പോർട്ടിൻ്റെ ആവശ്യം ഇല്ല, എൻസൈമുകൾ തമ്മിൽ തന്നെ ക്രോസ് ബൈൻഡിങ് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 5 മെത്തേഡ്സാണ് ഉള്ളത് ഇമ്മൊബിലൈസേഷന്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇമ്മൊബിലൈസേഷൻ ബൈ അഡ്സോർപ്ഷൻ. By physical binding of enzymes on the surface of an insoluble inert support. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ബൈൻഡിങ് ആണ്.
എൻസൈമിൻ്റെ എവിടെയാണ്? സർഫസിലാണ്. നമ്മൾ പറഞ്ഞു അഡ്സോർപ്ഷനാണ്, അതുകൊണ്ട് സർഫസിൽ എൻസൈമിൻ്റെ സർഫസിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്നത്. എൻസൈമിൻ്റെ സർഫസിലല്ല, ആ ഇനേർട്ട് സപ്പോർട്ടിൻ്റെ സർഫസിലാണ് എൻസൈമിനെ ഫിസിക്കലി ബൈൻഡ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ബൈൻഡിങ് ഫോഴ്സസ് ആർ അയോണിക്, ഹൈഡ്രോഫോബിക്, ഹൈഡ്രജൻ ബോണ്ട് ഓർ വാൻഡർവാൾ ഇൻട്രാക്ഷൻസ്. ഹൈഡ്രജൻ ബോണ്ട് ആകാമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലുള്ള ഏത് ബൈൻഡിങ് ഫോഴ്സസ് വേണമെങ്കിലും ആകാം, വീക്കായിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും. ബൈൻഡിങ് വളരെ സിമ്പിളാണ്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സിബിളാണ്. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ചിലപ്പം തിരിച്ചതുപോലെ പോയേക്കാം. ഓക്കെ, അത് വീക്കാണല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് അഡ്സോർബ് ചെയ്ത് വെക്കണം എന്നില്ല. സബ്സ്ട്രേറ്റ് അഡീഷൻ ക്യാൻ കോസ് ഡിസോർപ്ഷൻ. ഓക്കെ, സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ ഡിസോർപ്ഷൻ നടക്കാം. അഡ്സോർബ്ഡ് എൻസൈം ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ മൈനർ ചേഞ്ചസ് ഇൻ pH, നേച്ചർ ഓഫ് സോൾവെൻറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം ഓർ അഡ്സോർബൻറ്റ്, പിന്നെ അയോണിക് സ്ട്രെങ്ത് ഓർ ടെമ്പറേച്ചർ. ഇവയൊക്കെ കാരണം എന്താ സംഭവിക്കാം? അഡ്സോർബ്ഡ് എൻസൈം ക്യാൻ ബി ഈസിലി റിമൂവ്ഡ്, ഇവയുടെയൊക്കെ ചേഞ്ചസ് കാരണം. പിന്നെ പറയുന്നത് ഇവയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. അഡ്സോർപ്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നോ പോർ ഡിഫ്യൂഷൻ ലിമിറ്റേഷൻ. പോർ ഡിഫ്യൂഷൻ ലിമിറ്റേഷൻ ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ആക്കാം. പിന്നെ ഈസി ടു ക്യാരി ഔട്ട്, സിമ്പിൾ പ്രോസസ്സ് ആണല്ലോ. നോ റിയേജൻറ്റ് റിക്വയർഡ്, വേറെ റിയേജൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻസൈമും ആ സോളിഡ് ഇനേർട്ട് മെറ്റീരിയൽ മാത്രം മതി. മിനിമം ആക്ടിവേഷൻ സ്റ്റെപ്പേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ചീപ്പ് മെത്തേഡാണ്. ലെസ് ഡിസ്ട്രപ്റ്റീവ് ദാൻ കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ് നഷ്ടങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ. ലെസ് ഡിസ്ട്രപ്റ്റീവാണ്. പിന്നെ നോ റിയാക്റ്റീവ് ഫോഴ്സസ് ആർ ഇൻവോൾവ്, നോ കൺഫർമേഷണൽ ചേഞ്ചസ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജിൽ പോകുമ്പോൾ ഡിസോർപ്ഷൻ ഓഫ് എൻസൈം ബൈ മൈനർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, pH. ഡിസോർപ്ഷൻ സംഭവിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഇതത്ര എഫിഷ്യൻ്റ് അല്ല, ലെസ് എഫിഷ്യൻറ്റ്. ഇനി അഡ്സോർപ്ഷൻ ചെയ്യേണ്ട മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അതെങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്യാം? അത് തന്നെ ഒരു 4 മെത്തേഡുണ്ട് കേട്ടോ. സ്റ്റാറ്റിക് പ്രോസസ്സ് ഉണ്ട്. സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഷേക്കോ ഒന്നും ചെയ്യത്തൊന്നുമില്ല, സ്റ്റിറിങ്ങോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. ജസ്റ്റ് ആ എൻസൈംസിനെ ഈ കാരിയറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റിലോട്ട് വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഡൈനാമിക് ബാച്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റിറിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ മെക്കാനിക്കൽ അജിറ്റേഷനും ചെയ്തുകൊണ്ടാണ് കരിയറിനെ പ്ലേസ്ഡ് എൻസൈം സൊല്യൂഷൻ, കരിയറിനെ എൻസൈം സൊല്യൂഷനിലോട്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റിറിങ്ങിൻ്റെയും അതുപോലെ മെക്കാനിക്കൽ അജിറ്റേഷൻ്റെയും ആവശ്യം വരുന്നുണ്ട്. ഇനി റിയാക്ടർ ലോഡിംഗ് പ്രോസസ്സ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? കരിയർ പ്ലേസ്ഡ് ഇൻ ദ റിയാക്ടർ ആൻഡ് ദെൻ എൻസൈം സൊല്യൂഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ റിയാക്ടർ വിത്ത് കണ്ടിന്യൂസ് പ്രോസസ്സ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. ഇവിടെ കരിയറിനെ നമ്മൾ റിയാക്ടറിൽ പ്ലേസ് ചെയ്യുന്നു. ആൻഡ് ദെൻ എൻസൈം സൊല്യൂഷനെ ഈ റിയാക്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റിയാക്ടറും കൂടെ ഇടയിൽ നമ്മൾ യൂസ് ആക്കുന്നുണ്ട് റിയാക്ടർ ലോഡിംഗ് പ്രോസസ്സിൽ. ഇനി ഇലക്ട്രോഡ് പൊസിഷൻ പ്രോസസ്സ്, കരിയർ പ്ലേസ്ഡ് നിയർ ടു ഇലക്ട്രോഡ് ഇൻ ആൻ എൻസൈം ബാത്ത് ആൻഡ് ദെൻ ദ കറണ്ട് ഈസ് ഓൺ. എൻസൈം മൈഗ്രേറ്റ് ടു കരിയർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സർഫസ്. നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ കുഞ്ഞു ക്ലാസ്സിൽ? അതുപോലെ തന്നെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു എൻസൈമിൽ. അങ്ങനെ എൻസൈമിനെ മൈഗ്രേറ്റ് ചെയ്ത് എൻസൈം ബാത്തിൽ ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ എൻസൈമിനെ എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ടു കരിയർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 4 മെത്തേഡ്സാണ് പറഞ്ഞത്. സ്റ്റാറ്റിക് പ്രോസസ്സ്, ഡൈനാമിക് ബാച്ച് പ്രോസസ്സ്, റിയാക്ടർ ലോഡിംഗ് പ്രോസസ്സ്, ഇലക്ട്രോഡ് പൊസിഷൻ പ്രോസസ്സ്. ഓക്കെ, ഇവിടെ കുറച്ച് അഡ്സോർപ്ഷൻ വഴി ഇമ്മൊബിലൈസ് ചെയ്യുന്ന എൻസൈംസിനെയും അവയുടെ മെട്രിക്സിനെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻസൈംസ് ഇപ്പോൾ ആൽഫ അമൈലേസ് നോക്കുമ്പോൾ അവിടുത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാറ്റലൈസ് എൻസൈമിന് ചാർക്കോളാണ് മെട്രിക്സ് ആയിട്ട് യൂസ് ആക്കുന്നത്. ഓക്കെ, അങ്ങനെ ഗ്ലൂക്കോസ് ഓക്സിഡേസിന് സെല്ലോഫൈൻ, ഇൻവെർട്ടേസിന് ചാർക്കോൾ, ഗ്ലൂക്കോസിഡൈസിന് അഗാരോസ് ജെൽ. ഓക്കെ, ഇവയാണ് എൻസൈംസ് മെട്രിക്സ്.
ജസ്റ്റ് 2-3 പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് ഇമ്മൊബിലൈസേഷൻ ബൈ എൻട്രാപ്മെൻറ്റ്. നമ്മൾ ഇമ്മൊബിലൈസേഷൻ ബൈ അഡ്സോർപ്ഷൻ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് വൺ ഇമ്മൊബിലൈസേഷൻ ബൈ എൻട്രാപ്മെൻ്റ് ആണ്. ഇതൊരു ഫിസിക്കൽ എൻട്രാപ്മെൻ്റ് ആണ്. ഇവിടെ എൻസൈമിനെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു പോളിമറിലോ അല്ലെങ്കിൽ ജെൽ മെട്രിക്സിലോ ആണ് എൻട്രാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബോണ്ട് കോവാലൻ്റ് ആകാം അല്ലെങ്കിൽ നോൺ കോവാലൻ്റ് ആകാം. ഇവിടെ മെട്രിക്സിൻ്റെ പോർ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പോളിമർ സച്ച് ദാറ്റ് ദ എൻസൈം ഈസ് റീറ്റെയിൻഡ്. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ എൻസൈമിനെ ആ മെട്രിക്സിൽ റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, തങ്ങി നിർത്തുന്നത്. വെൽ ദ സബ്സ്ട്രേറ്റ് ആൻഡ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് പാസ് ത്രൂ. സബ്സ്ട്രേറ്റ് മോളിക്യൂൾസും പ്രോഡക്റ്റ് മോളിക്യൂൾസും അതുവഴി പാസ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഓൾസോ റെഫർഡ് ടു ആസ് ലാറ്റിസ് എൻട്രാപ്മെൻറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ലാറ്റിസ് എൻട്രാപ്മെൻ്റ് എന്നും പറയുന്നു. ഇവിടെ എൻസൈം സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സസ് ആയിട്ടൊന്നും സബ്ജക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ബൈൻഡിങ് ഫോഴ്സ് അത്ര സ്ട്രോങ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, enzyme is not subjected to strong binding forces and structural distortions. Some deactivation may occur during immobilization process due to changes in pH or temperature or addition of solvent. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ pHനും ടെമ്പറേച്ചറിലും അതുപോലെ സോൾവെൻറ്റ് അഡീഷനിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ആക്ടിവേഷനിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സിന് എക്സാമ്പിളാണ് കേട്ടോ ആൽജിനേറ്റും പോളി അക്രൈലമൈഡ് ജെൽ, കൊളാജൻ, ജെലാറ്റിൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്, സിലിക്കോൺ ആൻഡ് റബ്ബർ. ഇതൊക്കെയാണ് നമ്മൾ എൻട്രാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം എൻട്രാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെട്രിക്സുകൾ. എൻസൈം ഈസ് ഡിസോൾവ് ഇൻ എ സൊല്യൂഷൻ ഓഫ് പ്രീകസേഴ്സ് ഓഫ് ദ പോളിമർ ആൻഡ് ദെൻ ദ പോളിമറൈസേഷൻ ഈസ് ഇനിഷ്യേറ്റഡ്. നെക്സ്റ്റ് ഇമ്മൊബിലൈസേഷൻ ബൈ എൻട്രാപ്മെൻറ്റ്. അത് തന്നെയാണ് അതിൻ്റെ മെത്തേഡ്സ് കേട്ടോ. ഇമ്മൊബിലൈസേഷൻ ബൈ എൻട്രാപ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് നോക്കുമ്പോൾ എൻസൈം ഇൻക്ലൂഷൻ ഇൻ ജെല്ലുണ്ട്. അതെന്തായിരിക്കും? ഇവിടെ ജെല്ലിലായിരിക്കും എൻസൈമിനെ എൻട്രാപ്പ് ചെയ്യുന്നത്. എൻസൈം ഇൻക്ലൂഷൻ ഇൻ ഫൈബേഴ്സ്, പേര് പറയുന്ന പോലെ തന്നെ ഫൈബർ ഫോർമാറ്റിലുള്ള മെട്രിക്സിലായിരിക്കും എൻസൈമിനെ ട്രാപ്പ് ചെയ്യുന്നത്. ഇനി എൻസൈം ഇൻക്ലൂഷൻ ഇൻ മൈക്രോ ക്യാപ്സ്യൂൾസ്. നമ്മൾ മൈക്രോ എൻക്യാപ്സുലേഷൻ ഇനി പഠിക്കാനുണ്ട്. ആ സംഭവം തന്നെയാണ് ഇവിടെ. ദ എൻസൈംസ് ആർ ട്രാപ്ഡ് ഇൻസൈഡ് എ മൈക്രോ ക്യാപ്സ്യൂൾ മെട്രിക്സ്. മൈക്രോ ക്യാപ്സ്യൂൾ മെട്രിക്സിൽ എന്ത് ചെയ്യുന്നു? എൻസൈമിനെ ട്രാപ്പ് ചെയ്യുന്നു. ദ ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് ഫോംസ് ഓഫ് മെട്രിക് പോളിമറൈസ് ടു ഫോം എ മൈക്രോ ക്യാപ്സ്യൂൾ കണ്ടെയ്നിങ് എൻസൈം മോളിക്യൂൾസ് ഇൻസൈഡ്. ഇനി ഇവയുടെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ചീപ്പ് മെത്തേഡ്, റിലേറ്റീവ്ലി ബിനൈൻ അറ്റാച്ച്മെൻറ്റ് മെത്തേഡാണിത്. ഈസി ടു പ്രാക്ടീസ് അറ്റ് സ്മോൾ സ്കെയിലിൽ പ്രാക്ടീസ് ചെയ്യാൻ ഈസിയാണ്. മൈൽഡ് കണ്ടീഷൻ ഓൺലി റിക്വയർഡ്. കൂടുതലായിട്ട് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ വരുമ്പോൾ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സം സെൽ ഓർ എൻസൈം ഡീആക്ടിവേഷൻ ഉണ്ടാവാം. പിന്നെ ചാൻസസ് ഫോർ മൈക്രോബിയൽ കണ്ടാമിനേഷൻ, അതുപോലെ തന്നെ പുവർ ഡിഫ്യൂഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്മൊബിലൈസേഷൻ ബൈ മൈക്രോ എൻക്യാപ്സുലേഷൻ. മൈക്രോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഒരു എൻട്രാപ്മെൻ്റ് ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രാപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എൻസൈമിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ് ചെയ്ത് എൻക്ലോസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻട്രാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ടെക്നിക്കാണ് മൈക്രോ എൻക്യാപ്സുലേഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ എന്ന് പറയുന്നത് പോളിമറിക്കോ ലിപ്പോയിഡലോ ലിപ്പോ പ്രോട്ടീൻ ബേസ്ഡ് ഒക്കെ ആയിരിക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ എന്ന് പറയുന്നത് പോളിമറിക്കായേക്കാം, ലിപ്പോയിഡലാകാം, ലിപ്പോ പ്രോട്ടീൻ ബേസ്ഡ് അല്ലെങ്കിൽ നോൺ അയോണിക് ഇൻ നേച്ചറിലുള്ള എന്തെങ്കിലും ഒരു മെംബ്രെയിൻ ആകാം. ഓക്കെ, ഇത് എൻട്രാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോണാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ മൈക്രോ എൻക്യാപ്സുലേഷൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം എന്താ ചെയ്യുക? ബിൽഡിംഗ് ഓഫ് സ്പെഷ്യൽ മെംബ്രെയിൻ റിയാക്ടേഴ്സ്. സ്പെഷ്യൽ മെംബ്രെയിൻ റിയാക്ടേഴ്സിനെ ഫസ്റ്റ് ബിൽഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇമൾഷൻ. തേർഡ് സ്റ്റെപ്പ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഇമൾഷൻ ടു ഫോം മൈക്രോ ക്യാപ്സ്യൂൾസ്. മൈക്രോ ക്യാപ്സ്യൂൾസ് ഫോം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? സ്റ്റെബിലൈസ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ മെംബ്രെയിൻ പോളിമറൈസ്ഡ് അറൗണ്ട് അക്വസ് എൻസൈം സൊല്യൂഷൻ ഇൻ കൊളോയിഡൽ സസ്പെൻഷൻ.
ഓക്കെ, അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓർഗാനിക് സോൾവെൻറ്റും അക്വസ് എൻസൈം സൊല്യൂഷനും ആദ്യത്തെ ബീക്കറിൽ കാണിക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്യുവാണ്, വെജിറ്റേറ്റ് ചെയ്യും, വേറൊരു ബീക്കറിൽ നിന്ന് പോളിമറും ആഡ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ എന്തോ സംഭവിക്കുക, മൈക്രോ എൻക്യാപ്സുലേഷൻ നടക്കുന്നു. നെക്സ്റ്റ് വൺ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. പറയുന്ന പോലെ ഇത് ചീപ്പാണ്, സിമ്പിളാണ്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻസൈം ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ്, ഹൈ സർഫസ് ടു വോളിയം റേഷ്യോ, പിന്നെ റിലേറ്റീവ്ലി ബിനൈൻ അറ്റാച്ച്മെൻറ്റ് മെത്തേഡ് യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസേഷൻ ഓഫ് എൻസൈം ആൻഡ് മമേലിയൻ സെൽ. മമേലിയൻ സെൽസും അതുപോലെ എൻസൈം ഇമ്മൊബിലൈസേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഡിസഡ്വാൻറ്റേജസിലോട്ട് വരുമ്പോൾ മോർ ഈസിലി ഡാമേജ്ഡ് ദാൻ ജെൽ ബീച്ച്. ജെൽ ബീച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി വേഗത്തിൽ ഡാമേജ് ആകും. പിന്നെ ഓൺലി സ്മോൾ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ്. ചെറിയ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പോർ സൈസ് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. ഈ 3 പോയിൻറ്റ്സാണ് ഡിസഡ്വാൻറ്റേജസിലോട്ട് വരുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കോവാലൻ്റ് ബൈൻഡിങ് ആണ്. കോവാലൻ്റ് ബൈൻഡിങ് വഴി എങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യാം എൻസൈമിനെ? ഇതൊരു വൈഡ്ലി യൂസ്ഡ് ടെക്നിക്കാണ്. ഇത് അച്ചീവ് ചെയ്യുന്നത് ബൈ ക്രിയേറ്റിംഗ് കോവാലൻ്റ് ബോണ്ട്. പേരിൽ പറയുന്ന പോലെ കോവാലൻ്റ് ബോണ്ട്, ഇതിലെ എൻസൈമിലെ കെമിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, അവയ്ക്കിടയിൽ ഒരു കോവാലൻ്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് മെട്രിക്സിൻ്റെയും പ്രസൻസ് ഉണ്ടായിരിക്കും. വേരിയസ് chemical group of enzyme that take part in the covalent bonding are amino, imino, amide, hydroxyl, thiol, methyl thiol, guanidine, imidazole and phenol ring. Okay, last point പറയുന്ന hydroxyl group and amino group of support or enzyme form covalent bond more easily. നെക്സ്റ്റ് കോവാലൻ്റ് ബൈൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് കേട്ടോ. ഇതിൽ അഡ്വാൻറ്റേജസിലും നോക്കുവാണെങ്കിൽ സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ആയിരിക്കും കോവാലൻ്റ് ബൈൻഡിങ്. ദേ ആർ നോട്ട് റിവേഴ്സ്ഡ് ബൈ pH, അയോണിക് സ്ട്രെങ്ത് ഓർ സബ്സ്ട്രേറ്റ്. അയോണിക് സ്ട്രെങ്തോ pH ഒന്നും വെച്ച് നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ലീക്കേജ് ഉണ്ടാവത്തില്ല, ഡിസ്ട്രപ്ഷൻ പ്രോബ്ലവും ഇല്ല. അവൈലബിലിറ്റി, വെറൈറ്റി ഓഫ് സപ്പോർട്ട്, നമുക്ക് പല തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ഇതിന് കോവാലൻ്റ് ബൈൻഡിങ്ങിനായിട്ട് കിട്ടും. വൈഡ് ആപ്ലിക്കബിലിറ്റിയാണ് കേട്ടോ. ഡിസഡ്വാൻറ്റേജസിൽ നോക്കുവാണെങ്കിൽ the active site of an enzyme may be blocked through chemical reaction and the enzyme rendered inactive. അതായത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് ബ്ലോക്ക് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്ത് കാരണം? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കാരണം. അങ്ങനെ എൻസൈം എന്ത് സംഭവിക്കും? ഇനാക്റ്റീവ് ആകാം. ഓക്കെ, അതുപോലെ തന്നെ കോവാലൻ്റ് ബൈൻഡിങ് ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് സം എൻസൈം ആക്ടിവിറ്റി. ചില എൻസൈം ആക്ടിവിറ്റി കാരണം കോവാലൻ്റ് ബൈൻഡിങ് ലോസ് ആകും. ഓക്കെ, അപ്പോൾ അത് റിവേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ദ ഇനേർട്ട് സപ്പോർട്ട് യൂഷ്വലി റിക്വയർ പ്രീ ട്രീറ്റ്മെൻറ്റ് ബിഫോർ ഇറ്റ് ബൈൻഡ്സ് ടു എൻസൈം. എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇനേർട്ട് സപ്പോർട്ടിന് എന്ത് ചെയ്യണം? ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് എൻസൈം ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ്. ചെറിയ എമൗണ്ടിൽ മാത്രമേ നമുക്ക് എൻസൈമിനെ ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് മെത്തേഡ്സ് ആണ് കേട്ടോ. കോവാലൻ്റ് ബൈൻഡിങ് ചെയ്യാൻ ഉള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. ആദ്യത്തേത് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനാണ്. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫസ്റ്റ് ഫോം ചെയ്യിപ്പിക്കും. എങ്ങനെയാണ്? യൂസിങ് അമൈനോ ഗ്രൂപ്പ് ഓഫ് സപ്പോർട്ട് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് എൻസൈം. സപ്പോർട്ടിൻ്റെ അമൈനോ ഗ്രൂപ്പും എൻസൈമിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കോവാലൻ്റ് ബൈൻഡിങ്ങിൽ ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ ബൈ ഓർ പോളിഫങ്ഷണൽ റിയേജൻറ്റ്. സം ഓഫ് ദ റിയേജൻറ്റ് സച്ച് ആസ് ഗ്ലൂട്ടറാൽഡിഹൈഡ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ബോണ്ട് ബിറ്റ്വീൻ അമൈനോ ഗ്രൂപ്പ് ഓഫ് എൻസൈം ആൻഡ് അമൈനോ ഗ്രൂപ്പ് ഓഫ് സപ്പോർട്ട്. എൻസൈമിൻ്റെ അമൈനോ ഗ്രൂപ്പും സപ്പോർട്ടിൻ്റെ അമൈനോ ഗ്രൂപ്പും ഇടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ഗ്ലൂട്ടറാൽഡിഹൈഡ് പോലുള്ള ഒരു റിയേജൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് അമൈനോ ഗ്രൂപ്പ്സിനിടയ്ക്കും ഒരു ബോണ്ട് ഫോം ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് സയനോജൻ ബ്രോമൈഡ് ആക്ടിവേഷനാണ്.
ഇവിടെ ഇനേർട്ട് സപ്പോർട്ട് മെറ്റീരിയൽ കണ്ടെയ്നിങ് ഗ്ലൈക്കോൾ ഗ്രൂപ്പ്സ് ആർ ആക്ടിവേറ്റഡ് ബൈ CBR വിച്ച് ദെൻ ബൈൻഡ് ടു ഇമ്മൊബിലൈസ് ദം. ഇനേർട്ട് സപ്പോർട്ട് മെറ്റീരിയലിലെ ഗ്ലൈക്കോൾ ഗ്രൂപ്പ്സിനെ CBR യൂസ് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ വിച്ച് ദെൻ ബൈൻഡ് ടു ഇമ്മൊബിലൈസ് ദം, അവ പിന്നീട് ബൈൻഡ് ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്യുന്നു എൻസൈമിനെ. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയസോട്ടൈസേഷനാണ്. അതായത് സം ഓഫ് ദ സപ്പോർട്ട് മെറ്റീരിയൽസ് ആർ സബ്ജക്റ്റഡ് ടു ഡയസനൈസ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് NaNO2 ആൻഡ് HCl. They bind covalently to tyrosine or histidyl group of enzyme. ചില സപ്പോർട്ട് മെറ്റീരിയൽസ് നമ്മൾ ആദ്യം ഡയസണൈസ് ചെയ്യണം. ഓക്കെ, ഡയസണൈസ് ചെയ്യുന്നത് NaNO2 അല്ലെങ്കിൽ HCl പോലുള്ള വസ്തുക്കൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡയസണൈസ് ചെയ്യണം. ദേ ബൈൻഡ് കോവാലൻ്റ്ലി ടു ടൈറോസിൽ ഓർ ഹിസ്റ്റിഡിൽ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ്. നെക്സ്റ്റ് വൺ ഇമ്മൊബിലൈസേഷൻ ബൈ ക്രോസ് ലിങ്കിങ് ആണ്. ക്രോസ് ലിങ്കിങ് വഴി ഇമ്മൊബിലൈസ് ചെയ്യുന്നതിനെ നമ്മൾ കോപോളിമറൈസേഷൻ എന്നും പറയുന്നു. ഇവിടെ സോളിഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, അവ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രോസ് ലിങ്കിങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇമ്മൊബിലൈസ്ഡ് ബൈ ഡയറക്ട്ലി ലിങ്കിങ് ബൈ കോവാലൻ്റ് ബോണ്ട് ബിറ്റ്വീൻ വേരിയസ് ഗ്രൂപ്പ് ഓഫ് എൻസൈം വിച്ച് ഫോം ദ ബാക്ക് ബോൺ ടു ഹോൾഡ് എൻസൈം വയ പോളിഫങ്ഷണൽ റിയേജൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവ തമ്മിൽ ക്രോസ് ലിങ്കിങ് സംഭവിച്ച് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. അതൊരു ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യുന്നു എൻസൈമിനെ ഹോൾഡ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ചീപ്പാണ്. ക്രോസ് ലിങ്കിങ് റിവേഴ്സിബിൾ അല്ല, ആൻഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം pH ആൻഡ് ടെമ്പറേച്ചർ. എക്സ്ട്രീം pHും ടെമ്പറേച്ചറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നു. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ഡീനേച്ചർ ഓർ സ്ട്രക്ചറലി മോഡിഫൈ എൻസൈം, ലീഡ് ടു ഇനാക്ടിവേഷൻ. ഡീനാച്ചുറേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എൻസൈമിൻ്റെ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ ഉണ്ടായിട്ട് ഇത് ഇനാക്ടിവേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഓർ ലോസ് ഓഫ് ആക്ടിവിറ്റി. ഇവ പ്യുവർ എൻസൈംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ ക്രോസ് ലിങ്കിന് പൊതുവെ യൂസ് ചെയ്യുന്ന റിയേജൻസിനെ കുറിച്ചാണ് ലാസ്റ്റ് പറയാനായിട്ടുള്ളത്. ഗ്ലൂട്ടാറാൽഡിഹൈഡ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഡയാസോ ബെൻസിനേറ്റ്, ഹെക്സാമെത്തിലിൻ ഡൈഅയോസോസയനൈറ്റ്, പിന്നെ ടോളുവിൻ ഡൈഐസോതയോസയനൈറ്റ്. ഇവയൊക്കെയാണ് ക്രോസ് ലിങ്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻസ്. ഓക്കെ, അപ്പോൾ ഇതിത്രയാണ് എൻസൈം ഇമ്മൊബിലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.